പശ്ചിമേഷ്യയിലെ അനിശ്ചിതാവസ്ഥ തുടരുകയാണ്. ചെറിയ തോതിലുള്ള സംഘർഷം വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. ബ്രെന്റ് ക്രൂഡ് വില ഇപ്പോൾ $96 മുകളിലാണ്. സംഘർഷം അവസാനിച്ച് ബ്രെന്റ് ക്രൂഡ് വില ഉദ്ദേശം $85 വരും എന്ന് പലപ്പോഴും പ്രതീക്ഷിച്ചതാണ്. എന്നാൽ അത് സംഭവിച്ചില്ല. ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സിന്റെ ഇന്ത്യയിലെ വിൽപ്പന അനുസ്യൂതം തുടരുകയാണ്. വരുന്ന നാളുകളിൽ വിപണിയെ സ്വാധീനിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? വെൽക്കം ടു ജിയോജിത് സ്പോട്ട്ലൈറ്റ്. ജൂൺ 5 മോണിറ്ററി പോളിസി അനൗൺസ്മെന്റും റിസർവ് ബാങ്കിന്റെ കമന്ററിയും, പ്രത്യേകിച്ച് GDP ഗ്രോത്ത്, ഇൻഫ്ലേഷൻ, കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ്, ഡോളർ റുപ്പി എക്സ്ചേഞ്ച് റേറ്റ് എന്നിവയെ സംബന്ധിച്ച് എന്തായിരിക്കും എന്നത് വിപണിയെ സംബന്ധിച്ചിടത്തോളം പ്രധാനമാണ്. 2027 സാമ്പത്തിക വർഷത്തിലെ GDP ഗ്രോത്ത്, ഇൻഫ്ലേഷൻ ടാർഗറ്റ്സ് അല്പം കുറവ് വരുത്താൻ ഇടയുണ്ട്. ഊർജ്ജ പ്രതിസന്ധിയുടെ സാഹചര്യത്തിൽ ഈ മുമ്പ് RBI പ്രഖ്യാപിച്ച 0.9% GDP ഗ്രോത്ത്, 4.6% ഇൻഫ്ലേഷൻ എന്നീ ടാർഗറ്റ്സ് കൈവരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഗ്രോത്ത് റേറ്റിൽ ഒരു ചെറിയ ഡൗൺവേർഡ് റിവിഷനും ഇൻഫ്ലേഷനിൽ ഒരു അപ്വേർഡ് റിവിഷനും സാധ്യതയുണ്ട്. ഹൈ ഇൻഫ്ലേഷൻ ഈസ് ഇന്നെവിറ്റബിൾ. ഉയരുന്ന പണപ്പെരുപ്പത്തിന്റെ വിലക്കയറ്റത്തിന്റെ സാഹചര്യത്തിൽ പലിശ നിരക്ക് വർധനയുണ്ടാകും. ഇൻഫ്ലേഷൻ നിയന്ത്രിക്കാൻ ഇത് ആവശ്യമാണ്. എന്നാൽ ഇത്തവണ ജൂൺ 5 പലിശ നിരക്ക് വർദ്ധിപ്പിക്കാൻ സാധ്യതയില്ല. ഇക്കോണമിയിലുള്ള ഗ്രോത്ത് മൊമെന്റത്തിനെ അത് വിപരീതമായി ബാധിക്കും. അതുകൊണ്ട് പലിശ നിരക്ക് വർദ്ധിപ്പിക്കാതെ വിലക്കയറ്റം നിയന്ത്രിക്കാനുള്ള നടപടികൾ ഉണ്ടാകും എന്ന മെസ്സേജ് RBI കൊടുക്കാനാണ് സാധ്യത. മോണിറ്ററി പോളിസിയുടെ ടെക്നിക്കൽ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ഹോക്കിഷ് പോസ്, അതായത് കഴിഞ്ഞ വർഷം തുടങ്ങിവെച്ച റേറ്റ് കട്ടിംഗ് സൈക്കിൾ പോസ് ചെയ്യും, നിർത്തിവെക്കും. എന്നാൽ മോണിറ്ററി സ്റ്റാൻസ് ഹോക്കിഷ് ആയിരിക്കും, അതായത് വിലക്കയറ്റം നിയന്ത്രിക്കും എന്ന ശക്തമായ മെസ്സേജ് ഉണ്ടായിരിക്കും. അതാണ് ഹോക്കിഷ് പോസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ വർഷം 2026 തീർച്ചയായും ഒരു ഇൻട്രസ്റ്റ് റേറ്റ്സ് വർധനവ് ഉണ്ടാകും. എന്നാൽ ഇത് എപ്പോഴാണ് സംഭവിക്കുക എന്നത് ഇൻകമിംഗ് മാക്രോ ഡേറ്റയെ ആശ്രയിച്ചിരിക്കും. ഇനി മാർക്കറ്റ് സെന്റിമെന്റ്സിനെ ഗണ്യമായി ബാധിച്ചുകൊണ്ടിരിക്കുന്ന FII സെല്ലിങ്ങിലേക്ക് വരാം. കനത്ത സെല്ലിംഗ് ആണ് ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യയിൽ നടത്തുന്നത്. കഴിഞ്ഞ വർഷത്തെ 2025 $19 ബില്യൺ സെല്ലിങ്ങിനേക്കാൾ കൂടുതലാണ് ഈ വർഷം ജൂൺ 1 വരെയുള്ള FPI സെല്ലിംഗ്. ഈ വർഷം ഇതുവരെ $23 ബില്യൺ മുമ്പ് സംഭവിച്ചിട്ടില്ലാത്ത വിധം തുടർച്ചയായി വലിയ തോതിൽ FIIs വിൽപ്പന നടത്തുന്നതിന്റെ പ്രധാന കാരണം ഇതിനു മുമ്പ് ചെയ്ത വീഡിയോസിൽ പറഞ്ഞിരുന്നതാണ്. എങ്കിലും ചില കാര്യങ്ങൾ വീണ്ടും പറയാം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മേഖലയിലെ വമ്പൻ കമ്പനികൾ ഭീമമായ തുകയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ നിക്ഷേപിക്കുന്നത്. ഈ വർഷത്തെ പ്രതീക്ഷിക്കുന്ന ഇൻവെസ്റ്റ്മെന്റ് ഏകദേശം $750 ബില്യൺ മുതൽ $800 ബില്യൺ വരെയാണ്. ഈ ഭീമൻ നിക്ഷേപം സെമി കണ്ടക്ടേഴ്സ്, മെമ്മറി ചിപ്സ് എന്നിവയുടെ ഡിമാൻഡിൽ വലിയ കുതിച്ചുചാട്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ മേഖലയിൽ ആധിപത്യമുള്ള തായ്വാന്റെ TSMCയും സൗത്ത് കൊറിയയിലെ സാംസങ്ങും SK ഹൈനിക്സും ഈ ഉൽപ്പന്നങ്ങളുടെ വിലയിൽ വലിയ വർധനമാണ് വരുത്തിയിരിക്കുന്നത്. These companies have enormous pricing power. These high prices will translate into abnormal supernormal profits for these chip giants. ഈ വർഷത്തെ 2026 സാംസങ്ങിന്റെ നെറ്റ് പ്രോഫിറ്റ് $200 ബില്യൺ എന്നാണ് ഇപ്പോഴത്തെ എസ്റ്റിമേറ്റ്സ്. This will make Samsung the most profitable company in the world. കഴിഞ്ഞ ഒരു വർഷത്തിൽ സാംസങ്ങിന്റെ ഓഹരി വിലയിൽ ഉണ്ടായത് 540% കണ്ണഞ്ചിപ്പിക്കുന്ന വർധനവാണ്. എന്നാൽ പ്രധാന കാര്യം അതല്ല. ഇപ്പോഴത്തെ വിലയിലും സാംസങ്ങിന്റെ ഫോർവേഡ് PE പ്രൈസ് ഏർണിംഗ് മൾട്ടിപ്പിൾ 8 മാത്രമാണ്. അത്രയും കൂറ്റൻ ലാഭമാണ് ഈ കമ്പനികൾ നേടുന്നത്. ഇത് സൗത്ത് കൊറിയയിൽ പല രാഷ്ട്രീയ പ്രശ്നങ്ങളും ട്രേഡ് യൂണിയൻ സമരങ്ങൾ മുതലായുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അത് വേറൊരു കാര്യം. സാംസങ്ങിന്റെ ഈ ഉദാഹരണത്തെക്കാൾ കൂടുതലാണ് SK ഹൈനിക്സ് ഓഹരിയിന്റെ ബുൾ റൺ. കഴിഞ്ഞൊരു വർഷത്തിൽ 10 മടങ്ങിലധികം, more than 1000%. SK ഹൈനിക്സ് ഹാസ് ബിക്കം എ multi-bagger, a 10-bagger stock in just 1 year. Such things happen very, very rarely. ചുരുക്കി പറഞ്ഞാൽ അസാധാരണമായ മാറ്റങ്ങളാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ട്രേഡ്
വിപണികളിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. അൺഫോർച്ചുനേറ്റ്ലി ഇന്ത്യ ഡസ് നോട്ട് ഹാവ് കമ്പനീസ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദിസ് ട്രേഡ്. ലോകത്തിൽ തന്നെ സൗത്ത് കൊറിയയും തൈവാൻ ഈ 2 കമ്പനികളാണ് ഇത് ഡോമിനേറ്റ് ചെയ്യുന്നത് എന്ന കാര്യം ശ്രദ്ധിക്കുക. Therefore, till something changes, this trade may continue for some time. But market experience tells us that no theme runs forever. No theme lasts forever. This is the time to show a lot of patience.